നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മുടെ ബിടെക്കിന്റെ ഏറ്റവും വിലയേറിയ താരമായിട്ട് ഈ വർഷവും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് എത്തിയേക്കുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തിനേക്കാളും പ്രിയം കൂടി എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാളും പ്രിയം കൂടി എന്ന് പറയാൻ കാരണം പലയിടത്തും ഒരു ബാച്ച് ഉള്ളിടത്ത് അതിപ്പോ 2 ബാച്ചായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. ഫീസും അതേപോലെ ഡബിൾ ആക്കി എന്നുള്ളതാണ് കുറേ കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം. എല്ലായിടവും കമ്പ്യൂട്ടർ സയൻസ് ആണ് ഫസ്റ്റ് പ്ലേസ്. അതിനൊരു സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ കോളേജുകാർ തയ്യാറല്ല. കാരണം സ്കോളർഷിപ്പിന് ആവശ്യമില്ല, സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ അത് ഫില്ലായിരിക്കും. അതുകൊണ്ട് അതിന് എത്ര ഫീസ് ആണെങ്കിലും വാങ്ങാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സവിശേഷത. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നുള്ളത് മുൻനിർത്തി തന്നെയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നതെങ്കിലും എത്രത്തോളം ജോലി സാധ്യത ഉണ്ടെന്നുള്ളത് ഇപ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇലക്ട്രോണിക്സ് ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ്, പക്ഷേ ആർക്കും അങ്ങോട്ട് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇലക്ട്രോണിക്സ് ഏറ്റവും നല്ലൊരു ബ്രാഞ്ച് ആണെങ്കിൽ പോലും കുട്ടികൾക്ക് പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ആ കോളേജിൽ ഉണ്ടെങ്കിൽ അത് മഴിഞ്ഞിട്ട് മതി ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു മട്ടാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, നമ്മളിപ്പോൾ പേര് കേട്ട കമ്പനി ഇപ്പൊ എവിടെയെങ്കിലും വരുമ്പോൾ ഇൻഫോസിസ്, TCS, HCL ടെക്, അങ്ങനെ ഒത്തിരി നമ്മുടെ IT മേഖലയിലുള്ള കമ്പനികളാണ് കുട്ടികൾ കേട്ടേക്കുന്നത്. ഇപ്പൊ ഇലക്ട്രോണിക്സിന് വേണ്ടി ഏത് കമ്പനി വരും എന്ന് വെച്ചാൽ അറിയത്തില്ല. ഏതോ കമ്പനിയൊക്കെ വരുമായിരിക്കും, പക്ഷെ ഇതിന്റെ പേര് പറയാൻ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു ബൾക്കായിട്ട് ഉള്ള കുട്ടികളെ എടുക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ പഴയ പോലെയുള്ള ഒരു പ്ലേസ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പഴയ രീതി കൂടെ ആണെങ്കിൽ ഒത്തിരി കുട്ടികളെ ഒരു ബൾക്കായിട്ട് ഒരു കോളേജിൽ നിന്ന് എടുക്കുന്നെങ്കിൽ ഇപ്പോൾ അത്രയൊന്നും ഉള്ള ഒരു ഡിമാൻഡ് ഇല്ല. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ആ ഡിമാൻഡ് പോയിട്ടില്ല. എന്തായാലും നല്ലതായിട്ട് വരട്ടെ. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കണം. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ കേൾക്കുന്ന പോലെയല്ല, പഠിക്കാൻ നല്ല ടഫാണ്. 2, എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളത് കൃത്യമായിട്ട് അത് പഠിച്ചേ പറ്റൂ. കാരണം ഒരു ചുമ്മാ നമ്മളൊരു സാധാരണ ഒരു കാണാതെ പഠിത്തത്തിൽ കൂടെയോ എന്തെങ്കിലും കുറേ നേരം വർക്ക് ചെയ്ത് എന്തെങ്കിലും നമ്മൾ പഠിച്ചെടുത്ത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയത് കൊണ്ട് നമുക്കൊരു നല്ല ജോലി കിട്ടണമെന്നില്ല. അതിൻ്റെതായിട്ടുള്ള ലോജിക്കൽ വശങ്ങൾ അതിനുണ്ട്. ആ രീതിയിൽ കൂടെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് തനതായിട്ട് സ്വന്തമായിട്ടുള്ളൊരു കഴിവ് ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ജോലി ഇതിനുള്ളിൽ നിന്നും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഓക്കെ, ഇഷ്ടംപോലെ കുട്ടികൾ മാനേജ്മെന്റ് സീറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് എല്ലാവരും ബുക്ക് ചെയ്തിട്ടേക്കുവാണ്. ഇലക്ട്രോണിക്സും മറ്റുള്ള ബ്രാഞ്ചുകളൊക്കെ അവിടെ ഫ്രീ ആണ്. അവരൊക്കെ അവിടെ പറയുന്നത് അതിന് വേണമെങ്കിൽ ഇച്ചിരി വില കുറച്ച് തരാം, പക്ഷെ ആളെടുക്കാൻ കുറവാണ് എന്നുള്ളത്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിന് എല്ലാ കോളേജിലും നല്ല വൻ ഡിമാൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ അടിപൊളി ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പല കോളേജുകളും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ പല കോളേജുകളും നിർത്തിപ്പോയെന്ന് തോന്നുന്നു. ഇവനുള്ളത് കൊണ്ട് കുട്ടികളുടെ ഒരു മീൻസ് നല്ല രീതിയിൽ കൂടെ ആ കോളേജിൽ എത്താൻ കമ്പ്യൂട്ടർ സയൻസിന്റെ ബ്രാഞ്ച് ഉണ്ടോ അവിടെ കുട്ടികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ബാച്ച് ഉള്ളത് 2 ബാച്ചാക്കി. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ബാച്ചാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പലയിടത്തും അവിടെ കൊണ്ട് നിർത്തി സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അതിന്റെ ഫുൾ സീറ്റ് മീൻസ് ഫുൾ ബുക്ക്ഡ് ആയിട്ടുണ്ട്. എങ്ങുമേ ഒരു സീറ്റ് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ കൂടെയാണ് എല്ലാവരും തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് കമ്പ്യൂട്ടർ സയൻസിനെ മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്നും പ്രയോജനങ്ങൾ കുറയും. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡിമാൻഡ് അങ്ങോട്ട് വളരട്ടെ, നല്ലതായിട്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ, ഇനി മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മുടെ റാങ്ക് ലിസ്റ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുള്ള മറ്റുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളെ എത്തിച്ചിരിക്കും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, എല്ലാവർക്കും നല്ലതായിട്ട് റാങ്ക് ഉണ്ടാകട്ടെ. ഗുഡ് ബൈ.